അവന് ഇതൊക്കെ കേട്ട അവന് പണമുണ്ട്. അവൻ അടുക്കള എടുത്താലും പറഞ്ഞപ്പോ കേക്കിയില്ല. ഇതൊക്കെ കേട്ട അവന് പണമുണ്ട്. ഏതൊക്കെ കേട്ടാ? ഇതൊക്കെ കേട്ട അവന് പണമുണ്ട്. ഇതാ? ആ, ഇതൊക്കെ കേട്ട അവന് പണമുണ്ട്. ഒരു അടുക്കള എടുത്താലും പറഞ്ഞപ്പോ അവന് പണമില്ല തന്നെ. ആ, അടുക്കള കേക്കാതെ ആരുടെ കേക്ക് നാട്ടുകാട്ടോ തിന്നേക്കോ? അടുക്കള കെട്ടിയിട്ട് ഇപ്പൊ എന്ത് ചെയ്യായി? അടുക്കള കെട്ടിയില്ല. അല്ല, കെട്ടിയിട്ട് എന്ത് ചെയ്യായി? അടുക്കള കെട്ടി തന്നെങ്കിൽ വേവിക്കായിരുന്നു. എന്തോന്ന് വ്യാപിക്കും? കാപ്പി കഴിഞ്ഞിട്ട് കുടിക്കായിരുന്നു. എന്നിട്ട് ചോറൊന്നും തിന്നാതെ അവിടെ ഇരിക്കായിരുന്നു. ഒന്നുമില്ല. അല്ല, അടുക്കള കെട്ടിത്തന്നാലേ ഈ കാപ്പിയ തേയിലുള്ള ഇട്ട് അത് മാത്രം കുടിച്ചോണ്ടല്ലേ അവിടെ ഇരിക്കുള്ളൂ. അത് കുടിച്ചോണ്ടിരിക്കായിരുന്നു. അല്ലാതെ ആഹാരമൊന്നും തിന്നൂലല്ലോ. ആഹാരം കഞ്ഞി വയ്ക്കാം, ഉച്ചക്ക് കൂട്ടാൻ വെച്ച് ഉച്ചക്ക് ചോറ് കൊടുത്തില്ല. എന്നിട്ട് ഇവിടെ ഒരു വീടുണ്ടായിരുന്നപ്പോഴേ ആ വീട്ടില് 2 അടുക്കള ഉണ്ടായിരുന്നല്ല. ഈ 2 അടുക്കളയില് നിങ്ങൾ ഒന്നും വച്ചില്ലായിരുന്നല്ല. ഒരു കലം തേയില മാത്രമല്ലേ വെച്ചോളൂ. അപ്പൊ ഇപ്പൊ പുതുതായിട്ട് അടുക്കള കിട്ടിയ കഞ്ഞിയും കൂട്ടാനൊക്കെ വെക്കാമോ? വയ്ക്കായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. ഇപ്പൊ വയ്ക്കണ്ട. ഇപ്പൊ കിട്ടണ കലവിന്റെ പാത്രമില്ല. ഇപ്പം തിന്നാനും കുടിക്കാനും കിട്ടണുണ്ടല്ല. പാത്രമില്ല. അമ്മ ഇപ്പൊ തിന്നാനും കുടിക്കാനും സമയം കിട്ടണുണ്ടാ? രാത്രിയല്ലേ. അമ്മ നിങ്ങൾക്ക് ഇപ്പൊ സമയാസമയത്ത് തിന്നാനും ഉച്ചക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ സമയാസമയം തിന്നാനും കുടിക്കാനും കിട്ടണുണ്ടല്ല. അപ്പൊ പിന്നെ മര്യാദക്ക് അങ്ങനെ അങ്ങ് പോയാൽ മതി. ഇനി അടുക്കള ഇതില് പിടിച്ചിരിക്കുകയാണ്. ഇത് ഷീറ്റ് കിട്ടിയത് അവിടെ കോൺക്രീറ്റ് ചെയ്യാൻ പോണു. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ വൃത്തിയാക്കിയത്. മഴ പെയ്ത് വെള്ളം അത്ര അകത്ത് കയറുന്നു. മനസ്സിലായാ? എന്ത് മനസ്സിലായി? മഴ പെയ്യുമ്പോഴേ അവിടെ നിന്നുള്ള മുഴുവൻ വെള്ളം ഇങ്ങ് വന്നിട്ട് ഇത് അത്ര അകത്ത് കയറുന്നു. അപ്പൊ അതുകൊണ്ട് ഇവിടെ മുഴുവൻ കാടും ചെളിയൊക്കെ ആയതുകൊണ്ട് അവിടെ അങ്ങ് കോൺക്രീറ്റ് ചെയ്യാൻ പോണു. അതിനാണ് ഇങ്ങനെ വൃത്തിയാക്കി ഇട്ടിരിക്കണം. മനസ്സിലായാ? എന്തൊരു ഇവിടെ ചെയ്താലും ഉടനെ ഒരു അടുക്കള വേണം. രാത്രി മാത്രം ചോറ്. ഈ രാത്രി മാത്രം എന്ന് പറഞ്ഞാലേ ഉച്ചക്ക് തരാത്തോണ്ടല്ല, തിന്നാത്തോണ്ടല്ലേ. പിന്നെ നിങ്ങൾ പോയെന്ന് നിങ്ങളുടെ സംസാരത്തിന് നിങ്ങളെ കൊല്ലേണ്ടി വരും. എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഉച്ചക്ക് വേണ്ട, ഉച്ചക്ക് തരണില്ല. ആദ്യം പറയാം ഉച്ചക്ക് വേണ്ട, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പറയും ഉച്ചക്ക് തരണില്ല. പകല് പാലാണെങ്കിൽ പാല് വല്ലത്തില്ല. പല ഇടിയപ്പോ വല്ലവാണെങ്കിൽ തിന്ന. അത് ഈ ഇടിയപ്പം തിന്ന ഏമ്പക്ക വരൂലേ? അത് തിന്ന ഏമ്പക്ക വരില്ല. അന്ന് ആര് പറഞ്ഞ? അത് അമ്മ വാരി വലിച്ചു തിന്നാ എന്ത് കഴിച്ചാലും ഏമ്പക്കം വരും. അമ്മ വാരി വലിച്ച് കഴിച്ചാ എന്ത് കഴിച്ചാലും ഏമ്പക്കം വരും. സാവകാശം കഴിച്ചാൽ ഏമ്പക്കം വരൂല. മനസ്സിലായാ? ജാമ്പക്കത്തിൽ നിന്നിട്ട് ഇപ്പൊ ജാമ്പക്കയിലെത്തി. ഇത് പറഞ്ഞപ്പോഴാണ് ആലോചിച്ചു ഇവിടെ ഒരു ജാമ്പക്ക എന്നല്ല അതാണ് ചെറുതെങ്കിൽ ചെറുത്. എന്നാലും കുഴപ്പമില്ല. നല്ല മധുരമുണ്ട്, രുചിയുണ്ട്. നല്ല കയ്പ്പ്. ആണോ? എനിക്കല്ല കഴിക്കും. അതിരിക്കണേ ചക്കമാറി എവിടേക്കണ ചക്ക എവിടെയാ? ആ പേപ്പര് ആ നിക്കണ. അതെനിക്കന് ചക്ക പറയും. അതെനിക്കന് ചക്ക പറയും. എവിടേക്കണ ചക്കാന്? വലിക്ക പലാപ്. ആ വരിക്കപ്പോ നിന്നു വണ്ടേര് കൊണ്ട് ഒരു ചക്ക എനിക്ക് വിളഞ്ഞിരിക്കണല്ലേ? അതിന്റെ പേരയ്ക്ക നിറച്ച് പേരയ്ക്കാണ്. വേണ്ട ഭഗവാനെ, ഇതാരാ ഞാൻ കാണിച്ചു കൊടുക്കണത്? വിളയും മുമ്പ് തീരും. ഇത് വിളഞ്ഞിട്ടേ പറിക്കാവുള്ളൂ. ഞാൻ പറിച്ചില്ല. അതറിയാം. എന്തിന്? എനിക്ക് വേണ്ടിയ
ആ ചെറുക്കൻ ഇനി ജോലിക്ക് പോകാത്തത്? ജോലിക്ക് പോയില്ല, എനിക്ക് നടുവയ്യ. നടുവേ അതുകൊണ്ടാ പാത്ത. അവൻ നിനക്ക് വയ്യാത്തനി അവൻ ആ കൈ ഒന്ന് താത്തു വെച്ചാണ്. എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് ഉരക്കണെന്നാണ്. കൈ ഇങ്ങനെ താഴ്ത്ത് ഇങ്ങനെ വെച്ചില്ല. എന്തായിരുന്നു അവൻ നിനക്ക് വയ്യാത്തനി അവൻ ചോദിക്കോ നീ നിനക്കെന്തൊരു കുറ്റം? അതായത് എനിക്ക് വയ്യാത്തോണ്ട് അവൻ ജോലിക്ക് പോവാത്തേന് നിനക്കെന്തൊരു കുറ്റം? എനിക്കത് ഇഷ്ടപ്പെട്ടു. ഒന്നും കൂടെ ചോദിച്ചാണമ്മ. നിനക്ക് വയ്യാത്തന് അവൻ ജോലിക്ക് പോണേന് നിനക്കെന്തൊരു കുറ്റം? എനിക്ക് വയ്യാത്തേന് അവൻ ജോലിക്ക് പോണതിന് നിനക്കെന്ത് സംഭവം ഉദ്ദേശിച്ചത് കറക്റ്റ് ആണ്. നിനക്ക് വയ്യാത്തേന് അവന് ജോലിക്ക് പോകാതെ നിൽക്കേണ്ട ആവശ്യം എന്തൊരു? അതിനെയാണ് കറക്റ്റ് പറഞ്ഞുതരാം. ഈ തുണി എന്ന് പറയുന്ന സാധനം കഴുകണം, ഈ ഏക്കർ മുഴുവൻ തൂത്തുവാരണം, പിന്നെ ഭാരിച്ച പട്ടിയുടെ ചരുവം എടുത്ത് പട്ടികൾക്കൊക്കെ ആഹാരം കൊടുക്കണം, മനസ്സിലായോ? പിന്നെ ഭാരിച്ച കലത്തിൽ വെള്ളം കൊടുക്കണം. അങ്ങനെ ഈ വെയിറ്റ് എടുക്കുന്ന സാധനങ്ങളൊന്നും ഈ നട്ടല് താങ്ങില്ല. നിങ്ങൾ ഇതൊക്കെ ചെയ്തു തരുമോ? അത് തന്നെ, ഇതൊക്കെ നിങ്ങൾ ചെയ്തു തരുമോ? എങ്കിൽ മോനെ പറഞ്ഞ് ജോലിക്ക് വിടായിരുന്നു. ചെയ്തു തരുമോ? അത് എന്നെ കൊണ്ട് സാധിക്കും. എന്നെ കൊണ്ട് പിന്നെ എന്തിനു സാധിക്കും? അല്ല, എന്നെ കൊണ്ട് എന്തിനു സാധിക്കും? എന്നെ കൊണ്ട് തിന്നാൻ മാത്രമേ സാധിക്കുള്ളൂ. നീ വെച്ചാ തിന്നാം. ശരി, വെച്ചുതരാം. നിനക്ക് വയ്യാത്ത ആ ചെറുക്കനെ പറ്റി വീട്ടിൽ നിർത്തണ എനക്ക് എന്തൊരു കാര്യം? നീ വയ്യാത്തന് അവൻ ജോലിക്കോട്ടെ. എനിക്ക് വയ്യന്നേ. ഞാൻ ആയോണ്ടാണ് ഇങ്ങനെ എണീറ്റ് നടക്കുന്നത്. വേറെ വല്ലവരും എപ്പോഴേ കയറി കിടന്നേന്ന് അറിയോ? നിനക്ക് വയ്യാന്ന് പറഞ്ഞ് ആഹാരം കിട്ടൂലേ? നിങ്ങളിപ്പോ ആഹാരത്തിന് നിങ്ങൾക്ക് വല്ല മുടക്കം ഉണ്ടാ? രാത്രി രാവിലെ ഒന്നും തിന്നണില്ലേ? തിന്നണുണ്ടല്ല, ആഹാരം കിട്ടണുണ്ടല്ല. അതറിഞ്ഞാ മതി, അത് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. ഈ ജോലിയൊക്കെ അലി ചെയ്യും. നടുവയ്യെന്ന് പറഞ്ഞ ഇപ്പൊ ജോലിയൊക്കെ നടക്കല്ലേ? അതുകൊണ്ടല്ലേ ഭാരിച്ച ജോലിക്ക് വേണ്ടി നിങ്ങളെ മോനെ പിടിച്ച് വീട്ടിൽ നിർത്തിയിരിക്കണത്. മനസ്സിലായോ? എന്ത് മനസ്സിലായി? ഈ മോനെ പിടിച്ച് നിർത്തിക്കുന്ന നിനക്ക് ജോലിക്കാര് സഹിക്കണില്ലല്ലേ മോൻ ജോലി ചെയ്തിട്ട്? അമ്മയും ചെയ്യൂല, മോനെ ചെയ്യാനും സമ്മതിക്കൂല. ആ ചക്ക മുറി എനിക്ക് വയ്യ, നടുവയ്യ. ആ ചക്ക മുറി ആ ചക്ക മുറി നിങ്ങളെ മോന്റെ പറ. ആ ചെറുക്കൻ മിണ്ടൂലേ? കാര്യം എന്ത്? അവൻ മിണ്ടൂല. മിണ്ടാത്തെന്ത്? ഞാൻ മുറിയ മിണ്ടാത്തെന്ത്? അവൻ മിണ്ടൂല. അതിന്റെ കാര്യം എന്ത്? അവൻ മിണ്ടൂല. മിണ്ടാത്തിന്റെ കാര്യം എന്തിനെന്ന്? അവന്റെ ചെരുപ്പ് ഞാൻ എടുത്തിട്ടാന്ന് പറഞ്ഞു. ചെരുപ്പ് എടുത്തിട്ടേനാണ് കള്ളം പറഞ്ഞേനാണാ? കള്ളം പറഞ്ഞു. എന്തൊരു കള്ളം പറഞ്ഞേന്? നിങ്ങൾ എന്തിനു കള്ളം പറയണ? എനിക്ക് അറിഞ്ഞൂടാ. എന്തിനറിഞ്ഞൂടാ? നമ്മൾ ഈ കണ്ണ് മുന്നേ എന്തെങ്കിലും കണ്ടിട്ട് നിങ്ങൾ എന്തിനാ ചോദിക്കുക? ഏക്കാത്തോണ്ടല്ലേ ദേഷ്യം പറഞ്ഞ? എന്തിനു വീട്ടില് മറ്റേ മോ ഇല്ലാത്തപ്പോ കാണിക്കണ എല്ലാ നമ്പറും കളത്തരം മോ ഉള്ളപ്പോ അങ്ങ് കാണിക്കാൻ തരുതിയല്ലേ? നിങ്ങളാ മോനല്ലേ? നിങ്ങൾ അതേ ബുദ്ധിയും അതേ കണ്ടുപിടിക്കാനുള്ള കഴിവും ഉണ്ട്. നിങ്ങളാ മോൻ കണ്ടുപിടിക്കും. ഞാൻ എന്തിരിയേ? ഞാൻ നിങ്ങളെ പിറകെ നടക്കൂലെന്നും പറഞ്ഞ്. ആ ചെറുക്കൻ ജോലിക്ക് പറഞ്ഞേ. ആ ചെറുക്കൻ വീട്ടിൽ നിന്ന് ശരിയാവൂല. ശരിയാവൂലേ? കള്ളത്തിനൊന്നും കാണിക്കാൻ പറ്റണില്ലേ? ജോലിക്ക് നിങ്ങൾ എന്തിനാ അങ്ങനെ ചെരുപ്പിനെടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചത്? ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചില്ല. എനിക്ക് എങ്ങനെ തോന്നി ഞാൻ ചെയ്തു. അങ്ങനെ തോന്നും പോലെ ചെയ്യാന്ന പിന്നെ ദേഷ്യം വരൂലേ മനുഷ്യന്? ഈ വീട് മുഴുവൻ അങ്ങേര് അന്വേഷണം നടന്നപ്പോ നിങ്ങൾ പറയാത്തത് ഞാൻ എടുത്ത് അവിടെ കൊണ്ട് വെച്ചിരിക്കണമെന്ന് പറയത്തുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ? അതേനെ കള്ളത്തരം. ചക്ക മുറിയാ ഇനി കള്ളത്തന്നെ കാണിക്കൂലേ? ആ ചക്ക മുറി ഞാൻ ആദ്യം എത്ര തവണ ചോദിച്ചു. ഞാൻ പറയില്ല. നീ ഒന്ന് കള്ളത്തന്നെ കാണിക്കൂല. ആനെ കണക്കായി. ആനെ കണക്കായി? ഓ, ഞാൻ ആനയെ കണക്കല്ല, ഞാൻ എലിയെ കണക്ക്.
എന്റെ കയ്യിൽ നിൽക്കില്ല. നിങ്ങളുടെ കയ്യിൽ വലിക്ക്. ആ ചക്കമുറിയ നിങ്ങൾ എന്നെ മുറിക്കാതെ ചിരിക്കണ ചിരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ ജോലിക്ക് പറഞ്ഞു കൊടുക്കണം. പരിചയബലമുണ്ട്. എനിക്ക് ബലമുണ്ട്. ആ ചക്കമുറിയ അതാണ് ഞാൻ കാണാതെ ചെരുപ്പെടുത്തോണ്ട് പോയി. ഈ വാങ്ങിച്ച പുതിയ ചെരുപ്പ് ഞാൻ എടുത്തോണ്ട് പോയില്ലേ? പറയാത്തെന്തായിരുന്നു എന്റെ. ഞാൻ എടുത്തോണ്ട് പോയില്ല. ഞാൻ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇത്രയും ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഞാനും അങ്ങേരും രാവിലെ തൊട്ട് ഈ ഉച്ച വരെ ചോദിച്ചിട്ട് ഞാൻ അവിടെ എടുത്ത് വച്ചിരിക്കണെന്ന് പറയാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അവസാനം എങ്ങനെ കണ്ടുപിടിക്കുകയല്ലേ ചെയ്താ? ഞാൻ എന്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് അതിൽ എന്ത് കുറച്ചിലാണ് ഉറക്കെ പറ കേട്ടൂടാ. കാക്ക ചെരുപ്പെടുത്തോണ്ടോയാ? അയ്യോ എന്റെ പൊന്ന് തള്ളേ, എനിക്ക് നിങ്ങളെ അറിഞ്ഞൂടാത്തൊന്നും അല്ലല്ല. കാക്ക വന്നിട്ട് ചെരുപ്പിനെ ഈ ചെരുപ്പിന കാക്ക വന്ന് നിങ്ങൾ എന്റെ അടുത്താണ് ഞാൻ നിങ്ങളുടെ മോനാണെന്നുള്ള ആദ്യത്തെ നിപ്പിൽ തന്നെ എനിക്ക് മനസ്സിലായി ചെരുപ്പ് നിങ്ങൾ എന്നോട് ത്യാപ്പ് കാണിക്കണം. എന്നാ എന്റെ അടുത്ത് പറയാല്ല. എടാ ഞാൻ എടുത്തടാ. ഇപ്പൊ എനിക്കതില് പ്രേക്ഷകർക്ക് കൺഫ്യൂഷൻ ആവും. പ്രേക്ഷകരെ വേറെ ഒന്നുമല്ല. അതാണ്ട ഇന്ന് രാവിലെ പോയി ഈ ചെരുപ്പ് സുധീഷിനെ മേടിച്ചോണ്ട് വന്ന് ദേണ്ട ആ ചെരുപ്പിന്റെ കൂട്ടത്തിട്ടിരുന്ന്. എന്നിട്ട് ഞങ്ങളൊരു മരണത്തിന്റെ സഞ്ചാനത്തിന് പോയിട്ട് തിരിച്ചു വന്നപ്പോ അവിടെ ചെരുപ്പില്ല. സുധീഷ്ണൻ അറിയാം ഈ ചെരുപ്പ് ഇവിടെ കാണുന്നു. എന്നാലും കൊന്നാലിയാ. ചക്കയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ചോദിച്ച കാര്യം ആദ്യം എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞൂടെന്ന് ഞാൻ ചോദിച്ചില്ല. അറിഞ്ഞുകൂടാത്ത കാര്യം ഞാൻ വിട്ട്. ഇപ്പൊ എന്റെ മോനാണെങ്കിലും മോളാണെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോ ചോദിക്കണം, മക്കളെ വാടാ, എടാ നീ എന്തിനാടാ എടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് അവരത് പറയേയില്ലേ. ഞാൻ എത്ര തവണ ചോദിച്ചു. മറന്നുപോയാ? എനിക്ക് അറിഞ്ഞൂടാ. ഞാക്കിലെ കള്ളത്തന്നെ വരുള്ളൂ. അത് മാറ്റാനാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഒരു കാര്യം ചോദിക്കുമ്പോ ഒറ്റ സ്റ്റെപ്പ് ആദ്യം ചോദിക്കുമ്പോഴത്തേക്ക് ചെയ്ത അല്ലെങ്കിൽ അത് ഒരു ഗുളിക വാങ്ങിച്ചേരണം. പാരസെറ്റമോൾ മതിയാ? പാരസെറ്റമോൾ മതിയാ ഗുളിക? അതോ പിന്നോർ പറ്റുവാണോ? പിന്നോർ പറ്റിയ ഈ ഡോക്ടറെ കൊണ്ട് കാണിച്ചാൽ കള്ളത്തം എനിക്ക് മോട്ടിക്കേണ്ട സൂക്കറുണ്ട് ഡോക്ടറെ. എനിക്ക് എന്തെങ്കിലും കണ്ടാ എനിക്ക് കട്ടെടുക്കണം ഡോക്ടറെ. നിങ്ങൾ കണ്ടില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സംഭവം. എന്നിട്ട് ചക്ക മുറിക്കട്ടെ. ആ ചക്ക മുറിക്കട്ടെ. എങ്ങനെയെങ്കിലും ഒരു സോപ്പിട്ടാലേ ചക്ക കിട്ടുള്ളൂ. ആ ചക്ക മുറിയടാ. ഞാനേ നേരത്തെ വാങ്ങിച്ചു തന്ന ചെരുപ്പുകളായിരുന്നു. അത് എവരാ? ഞാൻ എടുത്തോണ്ടാ ഞാൻ പന്ന കള്ളി. വേണ്ട നിങ്ങളല്ലേ അതുകൊണ്ട് അവിടെ ആ ചെരുപ്പ് കൊള്ളൂലെന്ന് പറഞ്ഞോണ്ടിട്ടിരിക്കണ. ആ മുറിയുടെ ഫ്രണ്ടിൽ തന്നെ കിടപ്പുണ്ട്. അതെടുത്ത് ആ സൈഡിൽ, ആ മതിലിന്റെ സൈഡിൽ എടുത്ത് വെച്ചിരിക്കുന്ന എന്തിന്? മഴ പെയ്ത് ഇവിടെ മഴ വെള്ളമായി കഴിയുമ്പോഴത്തേക്കും ചെരുപ്പ് വേണ്ട, ചെരുപ്പിന്റെ ആവശ്യമുള്ളൂ. അല്ലാത്തപ്പോ ചെരുപ്പ് വേണ്ട. ചെരുപ്പിടൂല. അപ്പൊ എടുത്ത് എവിടെയെങ്കിലും കൊണ്ട് കളയും. അന്നേരം ഊരി കളയും. അന്നേരം വേണ്ടെന്ന് പോയി. എന്നിട്ട് നമ്മളെ തലയെ കൊണ്ടുപോയിക്കണം. കുളിയും ജപമൊക്കെ കഴിഞ്ഞ? കുളിയും ജപമൊക്കെ കഴിഞ്ഞ? കുളി കഴിഞ്ഞോ? കുറി ഇടാത്തത് കുളിയിട്ടില്ല. ചന്ദന ഇല്ലേ? ഇന്ന് വിഷമം പ്രതിഷേധം. മോൻ പിണങ്ങിയതിന്റെ പ്രതിഷേധം. 2 കെട്ട് ചന്ദനം കൊണ്ട് തന്നല്ല. പിന്നെ ആ ചന്ദനം വരയ്ക്കാത്ത ഇണങ്ങാൻ മാത്രമുള്ള കാര്യങ്ങളല്ലേ ചെയ്തത്. ഞാനിവിടെ മുഴുക്കായിരിക്കണം, അല്ലെങ്കിൽ ചോദിക്കണം എന്നാ ഒരു വാക്ക്. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാണ് പട്ടി എല്ലാം കൂട്ടില് ഇതിന് ചെറുപ്പെടുത്തോണ്ട് പോകുന്ന പട്ടി എന്ന് പറഞ്ഞതല്ല അവളാണ്. കണ്ണിക്കറക്കൊള്ളൂ. തുള്ളീന്റെ പുറത്തൊക്കെ പോയി കയറണേ എന്തിന്? പിന്നെ ഈ കള്ളത്തന്നെ വരുള്ളൂ. അങ്ങനെ ചെയ്യരുത്. അത് തിരുത്താനാണ് ഞാൻ പറയണത്. അത് തിരുത്താതിരിക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരണത്. എന്നെ പണ്ടാരും കള്ളത്തന്നെ കാണിച്ചപ്പോ ആര് തിരുത്തായിരിക്കുന്നു ഇവിടെ? ആരിരിക്കുന്നു? ഞാനുള്ളത് എന്നെ ഓട്ടിച്ചു ഉയരം കൊണ്ട് ഓട്ടിച്ചു. ഇപ്പൊ എന്താണ് ആവശ്യം? കള്ളത്തന്നെ മാറുന്നതിന് മരണം കുളിയായി. ഞാനൊരു കാര്യം ചെയ്യാം. അടുത്ത ഇനിയിപ്പോ നല്ല പേരക്കുള്ള ആശുപത്രി കൊണ്ട് കാണിക്കും. കള്ളത്തരം മാറണ എന്തിനെന്ന് പറയുമ്പോ ഡോക്ടറില്? ഡോക്ടർ പറയും ഈ കള്ളത്തന കാരണന് എന്തിരുന്ന് കള്ളത്തന കുളി കള്ളത്തനം മാറണേന് ഗുളി തരാൻ. അപ്പൊ ഡോക്ടർ എന്തോന്ന് അറിയോ? ഡോക്ടർ വേറെ ഒന്നും പറയൂല.
ചാലയില് ഒരു ചാട്ടമാറ് കിട്ടും, വാങ്ങിച്ച് 2 ആ ചന്തി അതന്നെ പെരമ്പ് വാങ്ങിച്ച് ചന്തി വിളക്കാൻ 2 കൊടുത്താൽ ശരിയാവോന്ന് പറയും. വാങ്ങിച്ചിട്ടേ അടിച്ചാണ് മാറ്റണേ. കള്ളത്തരം കാണിക്കുന്നതിനൊക്കെ സാധാരണ അങ്ങനെ എന്തൊരു ഞാൻ ആരുടെയും ചെരുപ്പ് എടുത്തില്ല, ഞാൻ എന്റെ ചെരുപ്പ് മാത്രമേ എടുത്തുള്ളൂ. നിങ്ങൾക്ക് വാങ്ങിച്ച ചെരുപ്പ് നിങ്ങൾ എന്നെ എടുത്തു തോണ്ടേ ആ മതിലിന്റെ സൈഡില് ആ കരിങ്കല്ല് കെട്ടിന്റെ പുറത്തിട്ട് വെച്ചിരിക്കണം. ഞാൻ എടുത്തറിഞ്ഞില്ല, എറിഞ്ഞെന്നല്ല പറഞ്ഞത്, ചെരുപ്പ് നടന്നുപോയി എന്നാണ് പറഞ്ഞത്. അവിടെ വെച്ചേക്കണം ആ മാതിരില്ല പോട്ടെ. ഇന്നലെ ചെയ്ത കാര്യം ഇന്ന് നല്ല ഓർമ്മയാണല്ലോ. എനിക്കറിഞ്ഞൂടാ. അത് തന്നെ കുഴപ്പം. പിന്നെ വേറെ രാവിലെ എന്ത് ചാപ്പാട് കഴിച്ചു? രാവിലെ അയ്യോ ഇവിടുന്ന് തിന്ന അപ്പം. ഇവിടെ മാത്രമേ വീടുള്ളൂ, വേറെ നമുക്ക് വേറെ വീടില്ല. അപ്പം തന്നെ രാവിലെ വെച്ചത്. രാവിലെ മണി 11 ആയോളൂ, 11 ആയോളൂ. ഏഴപ്പം തിന്നു. അത് തന്നെ ധാരാളം. കറി എന്തെങ്കിലും കറിയായി വെച്ചിരുന്ന ഗോപി മഞ്ചൂരി കറി. അതിന്റെ പേര് ഗോപി മഞ്ചൂരി. പറഞ്ഞോട്. ഗോപി മഞ്ചൂരി. ഗോപി മഞ്ചൂരി അമ്മ, ഗോപി മഞ്ചൂരി. നമ്മൾ നോർത്തിലെ ആഹാരങ്ങളാണ് ഇപ്പൊ കഴിക്കാറെന്ന് പറയാം. രാമേശ്വരത്ത് പോയിട്ട് എന്തൊരു പുഴു ഇരിക്കണോ? തുടങ്ങി സുന്ദരി ഒരു പുഴു കേട്ടാ. ഇത് കാണാനും പറ്റണല്ലേ അപ്പ. ഇങ്ങനെ സുന്ദരി പുഴു. കൊല്ലല്ലേ കൊല്ലല്ലേ കൊല്ല നോക്കിയാ. അത് അടുത്ത ഇവിടെ അത്രയും വെച്ച് കൂട്ടാണ്. ചക്ക മുറിക്കാൻ പോണി ചക്ക എത്രയും തിന്നാ ഗ്യാസ് കയറും. എപ്പം നോക്കിയാലും ചക്ക 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 ചക്ക. ശരിക്കും പറഞ്ഞാ നിങ്ങൾ ഈ ചക്ക ഭ്രാന്ത് കാണിച്ചിട്ടാണ്. അതിലിപ്പോ ഒന്നിലും ചക്ക ഇല്ലല്ലേ. ഇത്തവണത്തെ ചക്കയെല്ലാം ഒരുമാതിരി കുരുടിച്ച്. അതുപോലെ വീണില്ല വീണില്ല. ഇങ്ങനെ ഒരു വിളി. അതുപോലെ പിന്നെ എല്ലാവർക്കും അമ്മ പറയണ് ഓമന പറയണ് കമ്പയർ ആണെന്ന്. ചക്ക മുറിക്കായിരുന്നു. ഇവര് കിടന്ന് ചക്ക ചക്ക വിളിച്ച് വിളിച്ച് കാണുന്നവര് വിചാരിച്ചു നിറച്ച് ചക്ക ചക്ക ഉണ്ടല്ലോ, ചക്ക തരോ, ചക്ക എന്താടാ തീർന്നാടാ ഉണ്ടാടാ എന്നിങ്ങനെ എല്ലാവരും ചോദിക്കും. എന്തായാലും നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഞാൻ പോയി ചക്ക മുറിക്കാൻ പോണാ. നിങ്ങളും പോണാ കൂടെ? ആരെ കൂടെ പോണു? എന്റെ കൂടെ വരുന്ന അവളെ കൂടെ പോണു. അപ്പൊ പിന്നെ ഞാനാര് ശശിയാ? നീ ഫോട്ടോ നിന്നെ ഫോട്ടോ എടുക്കാൻ മാത്രമേ നിർത്തിയിട്ടുള്ളൂ. ഞാൻ ഇങ്ങനെയാണ് ഫോട്ടോ എടുക്കണത്. ഫോട്ടോ മതിയാ? ഇങ്ങനെ നിന്നാണ്, ഇങ്ങനെ നിന്നാണ് സ്റ്റൈലായിട്ട് നിന്നാണ്. ഫോട്ടോയല്ലേ വേണ്ടത് നിങ്ങൾക്ക്? കൈ കൊണ്ട് ഫോട്ടോ എടുക്കണം. എന്തൊരു വെച്ചെടുക്കണം? ഞാൻ പോണ്, ഞാൻ ചക്ക ഇറക്കാൻ പോണ്. ചക്ക വെട്ടാൻ പോണം. പോയി ഞാനും മരുന്ന് അയ്യോ അകത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കണം. ഞാൻ മറന്നു പോയാച്ച് അകത്തുനിന്ന് തുറക്കാൻ. ഇത് മറിയേരെ മുറിയേരെ എടുക്കണ്ട, കാലിക്കൂടെ വീഴും. അവിടെ കൊണ്ട് വെയ്യ്. അത് കാലിക്കൂടെ വീഴും, അങ്ങോട്ട് വെയ്യ്. കാലിക്കൂടെ വീഴും, അങ്ങോട്ട് വെക്കാം. മുറിക്കാൻ നമുക്ക്. ഇതിന്റെ കൂടെ ഉള്ളത് മെനിഞ്ഞാന്ന് മുറിച്ച് കഴിച്ചത് ഓർമ്മയുണ്ടോ? മെനിഞ്ഞാന്ന് കഴിച്ചില്ലേ? മെനിഞ്ഞാന്ന് ചക്ക കഴിച്ചില്ലേ? മെനിഞ്ഞാന്ന് ചക്ക കഴിച്ചില്ലേ? അത് ഇതിന്റെ കൂടെ ഉള്ള ചക്കയാണ്. അതെ അതെ, അവിടെ ഇരി. കണ്ടില്ലേരുന്നാ എടുക്ക. ഈ ചെരുപ്പെടുത്തില്ലേ? ഈ ചെരുപ്പെടുത്തില്ലേ? അതെടുക്കാത്ത ഇതെന്തെടുക്കാത്ത? ഇത് ഇട്ട് നോക്കിയാ? ഇട്ട് നോക്കിയില്ലേ? ഇട്ട് നോക്കാത്ത എന്ത്? ഇട്ട് നോക്കിക്കാണ്. ഇട്ട് നോക്കിയിട്ട് നല്ല കുരൂരായിരിക്കണുണ്ടായിരിക്കും. അത് സുഖം പോരാ. ഇതിന്റെ കുരൂരായിരിക്കണ ചെരുപ്പ് നൈസ് ഞാൻ അങ്ങ് എടുത്ത് വെച്ചാണ്. ഈ എന്തെങ്കിലും കിട്ടിയ കട്ടെടുക്കണ സ്വഭാവം അത്ര നല്ലതല്ല കേട്ടാ. കേട്ടാ? ഓ, ഇവിടെ ഒരു സോപ്പ് ഇവിടെ വച്ചിരിക്കാൻ പറ്റൂല. സോപ്പ് മുഴുവൻ ഞാൻ തന്നെ ശോഭനയുടെ വീടിനകത്ത്. ഒരു ചക്ക താഴെ വീണ് തല്ലിപ്പോയെന്ന് തോന്നട്ടാ. അയ്യോ തല്ലിപ്പോയി. അങ്ങോട്ട് ഇരിക്കും, അങ്ങോട്ട് ഇരിക്കും. അതിന് ചക്ക കിട്ടാതെ ഇരിക്കൂല. തല്ലിപ്പോ ഒന്ന് മുറിച്ച് നോക്കാൻ തരുത് ചേട്ടാ. തല്ലിയതുകൊണ്ടേ കൊള്ളാമൊന്ന് കൊള്ളൂല. ഒരു സൈഡ് കണ്ട ബോറായിപ്പോയി. മുറിച്ചിട്ട് പാത്രം ചാക്കിലാത്താക്കാം. എന്തു പറ്റിയോന്തോ ഇപ്രാവശ്യത്തെ എല്ലാ ചക്കയും കുഞ്ഞു ചക്ക കുരുട്ടായിപ്പോ കേട്ടോ. കുഞ്ഞു ചക്ക
കൊള്ളൂല ഏട്ടാ. ചക്ക ഒരു സൈഡ് മാത്രം ചാക്കെടുത്തോട്ടെ. ഒരു സൈഡ് മാത്രമേ കൊള്ളാൻ സാധ്യതയുള്ളൂ. അത് തന്നെ, അത് കുഴപ്പമില്ല. അമ്മച്ചി ചതഞ്ഞു ഏട്ടാ, തല്ലിപ്പോയി. നിന്ന് മോശമായെന്ന് തോന്നുന്നു ചക്ക. വേണ്ട, കൊള്ളൂല, അത്ര പോരാ, ഒരു സുഖമില്ല കഴിക്കാൻ. പറിക്കാം. നീ പറയില്ല, ഒന്നുമില്ല. പോനെ പറിക്കാമ്മ, നേരം കിട്ടണ്ടേ. അഞ്ചാറിനാ നിക്കണേ. 5-6 നിക്കണേ. നിനക്ക് എന്തേലാണ് വേല? നീ രാവിലെ ഇവിടെ കഞ്ഞി വയ്ക്കാ, കൂട്ടാങ്ങൾ വല്ല സമയത്തിന് വയ്ക്കാ. എല്ലാം വെച്ച്, മീൻകറി വെച്ച്, മീൻ പൊരിച്ച്, പിന്നെ കോവയ്ക്ക വിഴുക്ക് വരട്ടി, പിന്നെ ഒഴിക്കാൻ വെച്ച്. ഇത് ഇത്രയും പോരെ? രാവിലെ തീർന്ന രാവി. അയ്യോ, എനിക്ക് വയ്യേ. ഞാൻ ചക്കണ്ടെങ്കിൽ എന്തിര് ആ ചക്കയൊക്കെ അടുത്തിട്ടെങ്കിൽ വെക്കായിരുന്നു. എന്തിന് പറയണോ എന്തോ. ആ ചക്കയൊക്കെ അടുത്തിട്ടെങ്കിൽ വെക്കായിരുന്നു. കറി വെക്കായിരുന്നാ? ആ. എന്തിന് കറി വെക്കണേ? നിന്ന് വരിക്കച്ചക്കല്ലേ? വരിക്കച്ചക്ക പഴുപ്പിച്ചല്ലേ കഴിക്കണ്ട? നീ ഇതേ കഴിക്കൊഴുവാ. ഇതേ കഴിക്കോളാ. ഞാൻ ചക്കൊക്കെ അടുത്തിട്ടാക്കി ഇറക്കി വെച്ചുകൂടെ? അമ്മ വരിക്കച്ചക്ക പഴുപ്പിച്ചല്ലേ അമ്മ കഴിക്കേണ്ടത്? വരിക്കച്ചക്ക പഴുപ്പിച്ചല്ലേ കഴിക്കേണ്ടത്? നിങ്ങൾ എന്തോന്ന് പറയണ? ചക്ക പഴുപ്പിച്ച് പോണം. ഇതിന്റെ വില എത്രയാന്ന് അറിയോ? ആൾക്കാർ ഒരു വരിക്കച്ചക്കയ്ക്ക് ഓടിക്കൊണ്ട് കിടക്കുകയാണ്. അതറിയാമോ? ആൾക്കാർ ഒരു ചക്കയ്ക്ക് ഓടിക്കൊണ്ട് നടക്കുകയാണ്, അതറിയാമോ? വേണ്ടെങ്കിൽ ഇഞ്ഞെടു. നീ ഓടിക്കൊണ്ട് കിടക്കണ തിന്നായില്ല, വരിക്കച്ചക്ക കിട്ടായില്ല. അലിയക്ക അത് കേടാണ്ട, തല്ലിയതാണ്. പക്ഷെ എന്നാ നല്ലതും ഉണ്ട്, നല്ല ഭാഗവും ഉണ്ട്. കളയാൻ തോന്നണ്ടേന്ന്. അപ്പൊ ഗൈസ്, ഇത് ഇന്ന് രാവിലെ ഇരുന്ന് വീണതാണേ. ഇരുന്ന് വീണേനെ ചേട്ടൻ എടുത്തൂടെ കൊണ്ട് വെച്ചിരുന്നു. അപ്പൊ എനിക്ക് അപ്പൊ സമയം കിട്ടാത്തോണ്ട് ഞാൻ വിചാരിച്ച് പിന്നെ മുറിക്കാന്നും പറഞ്ഞ് ഇരുന്നത്. നന്ദപ്പനും കുഞ്ഞി വരാറാകുമ്പോ മുറിക്കാന്നാണ് കരുതി. ആ കാര്യം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. ആദ്യം അത്ര പോരെ, ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണേ. അപ്പൊ അവര് വരുമ്പോ മുറിക്കാന്ന് വിചാരിച്ചത്. പിന്നെ അതിന്റെ സമാധാനം തരൂലല്ലോ, അതുകൊണ്ടാണ് ഇതിനെ ഇപ്പം മുറിച്ച. എന്റെ കൂട്ടിക്കിടന്ന് പിള്ളേരും വിളിക്കുകയാണ് ചക്കേനെ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വേണ്ട, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചക്ക. ഈ വീട്ടിൽ ചക്ക ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല. മിക്കമ്മ പട്ടിയാ? നമുക്ക് നിങ്ങൾക്ക് തിന്നായില്ലേ? പിന്നെ ഈ തിന്നണതാ എന്തൊക്കെ പറയണെന്നേ. നേരത്തെ നിങ്ങളെ മോ ഇല്ലായിരുന്നു. നിങ്ങളെ മോ ഇപ്പൊ 2 ദിവസം കൊണ്ടാണ് വീട്ടിൽ നിൽക്കണം. മനസ്സിലായാ? ഒന്നുമില്ല ചക്കയൊന്നും. അവിടെ പൂച്ചക്കുട്ടിയായിരുന്ന വിളിയില് തന്നെ. എന്ത് ചെയ്യാം, അതിന്റെ തള്ളയെ കാണാനില്ല കേട്ടാ. അതിന്റെ തള്ളയെ കാണാനില്ല. യാഥാ ദുസക്കൂട്ടങ്ങള് അതിനെ പിടിച്ചോണ്ട് കളഞ്ഞിട്ടുണ്ട്. തള്ളേ തന്നെ? പെറ്റി കിടക്കണ പൂച്ച കളാട്ടി പാടുണ്ടോ? ചെയ്തോ എന്തര് അനുവദിക്കും. അത് ചെയ്തത് ആരാന്തോ. അപ്പൊ തള്ള ഇപ്പൊ ഇല്ല എന്തായാലും. അനുവദിക്കും.
അനുകരിക്കോ? ഉം, അനുഭവിക്കോ? ഉം. ഉം. ഉണ്ടാറ് പ്രാണികളെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണോ അനുവദിക്കും. ഉം. ശരി. അപ്പൊ ഗൈസ് നമ്മളാരും ഒന്നും ചെയ്യില്ല. ചെയ്യൂലേ? ആ. നമ്മൾ പൂച്ച ഓട്ടിക്കുള്ളൂ. ഓട്ടിക്കേ ഉള്ളൂ. ആ വേറൊന്നും ചെയ്യൂലേ? ആ വേറെ ഒന്നും ചെയ്യില്ല. ഇത് ചെയ്ത പുരിചയാവുക. തിന്ന് ആരാണോ പൂച്ചയെ കട്ടത് അവരെ വിധി. അയ്യോ അയ്യോ. അപ്പം ഗൈസ് അങ്ങനെ ഇനി അവിടെ ഇരിക്കാൻ പറ്റൂല, നല്ല വെയില്. അപ്പൊ നമ്മളെ ചക്ക ഇറുക്കല് കഴിഞ്ഞ് ഇനി ഇതിനെ ഞാൻ പാത്രത്തിനകത്താക്കി കുറച്ച് ഞാൻ കഴിക്കും, ബാക്കി ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് നന്ദപ്പൻ വരാറാകുമ്പോൾ എടുത്ത് വെളിയിൽ വെക്കും. നന്ദപ്പനും കുഞ്ഞിനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നന്ദപ്പൻ ഇപ്പം സ്കൂളിൽ നിന്ന് വന്ന് എന്തെങ്കിലും വേണം, ചോറ് വേണ്ട, പകരം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോൾ അവനായിട്ട് മാറ്റി വയ്ക്കും. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ. അമ്മ ടാറ്റോടമ്മ. ടാറ്റാ. ഞാൻ ചക്ക കാണാം. ശരി.